Good morning, children. Today we are going to study our second chapter, that is fraction. In your textbook, in this chapter, this chapter il ധാരാളം പടങ്ങളും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തമായിട്ടുള്ളതിന് നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ എത്ര ഭാഗം. അപ്പോൾ നമ്മൾ വീട്ടിൽ എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ കേക്ക് മുറിക്കുക അല്ലേ? ബർത്ത്ഡേക്കൊക്കെ കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്കും കിട്ടുന്ന പോലെ നമ്മളത് കേക്ക് പീസുകളാക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 6 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കേക്കിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടും? 1. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് എന്താണ്? 6 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗം അല്ലേ? അപ്പോൾ അതിന് എങ്ങനെ എഴുതാം? 6 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗം, അതായത് 6 താഴെ എഴുതണം, 1 മേളിൽ എഴുതണം. 1/6 ഈ രൂപത്തിൽ എഴുതുന്നതിനാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കിട്ടുമ്പോൾ 10ൽ എക്സാം കിട്ടും, നിങ്ങൾക്ക് 9 മാർക്ക് കിട്ടി. അപ്പോൾ എങ്ങനെ എഴുതും? 9/10, അതായത് 10ൽ 9 മാർക്ക് കിട്ടി. നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതുന്നത് അല്ലേ? അപ്പോൾ ഈ രൂപത്തിൽ എഴുതുന്നതിനാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് സെക്കൻഡ് ചാപ്റ്റർ ഫ്രാക്ഷൻ. ഇതിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്? ഷെയ്ഡ് ദ ഫിഗേഴ്സ് അക്കോർഡിംഗ് ടു ദ ഫ്രാക്ഷൻസ് ഗിവൺ. ഈ ഫ്രാക്ഷൻ താഴെ നമുക്ക് ഈ ഫിഗറിൻ്റെ താഴെ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ആ ഫ്രാക്ഷൻ അനുസരിച്ച് തന്നിരിക്കുന്ന ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഇത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ എന്താണ്? ഇത് 2 പാർട്സ് ഉണ്ട്, അതിൽ ഒരെണ്ണം ഷെയ്ഡ് ചെയ്യുക. നിങ്ങളിതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യണം. ഇവിടെയോ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? 1, 2, 3, 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 3 പാർട്സും ഷെയ്ഡ് ചെയ്യാം. അതായത് ഇത് ഷെയ്ഡ് ചെയ്യണം, ഇത് ഷെയ്ഡ് ചെയ്യണം, ഇത് ഷെയ്ഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 1, 2, 3 പാർട്സ് ഷെയ്ഡ് ചെയ്തു. അപ്പോൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 3. നെക്സ്റ്റ് 6 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 4. 1, 2, 3, 4, 5, 6 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 4 പാർട്സ് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ എന്താണ്? 1, 2, 3, 4 അല്ലേ? 1, 2, 3, 4 പാർട്സിന് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 5 എണ്ണം ഷെയ്ഡ് ചെയ്യാം. 1, 2, 3, 4, 5. നിങ്ങൾ നിങ്ങളുടെ പെൻസിൽ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 5 പാർട്സ് നമ്മൾ ചെയ്ത്. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മൊത്തം എത്ര എണ്ണം ഉണ്ട്, അതിലെത്ര ഷെയ്ഡ് ചെയ്തു. പേജ് ക്രോസ് ദ ഫിഗേഴ്സ് ദാറ്റ് കനോട്ട് ബി റിട്ടൺ ആസ് എ ഫ്രാക്ഷൻ. റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് 1 പാർട്ട് ഓഫ് ദ ഹോൾ ഫോർ ദ അതേഴ്സ്. അതായത് എന്താണ്? ഫ്രാക്ഷനായിട്ട് എഴുതണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? തന്നിരിക്കുന്ന ഫിഗറിനെ ഈക്വലായിട്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയുള്ളത് മാത്രമേ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെയോ തന്നിരിക്കുന്നതിന് ഈക്വലായിട്ടല്ല ഡിവൈഡ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനെ പറ്റില്ല, ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. ഇവിടെയോ ഈക്വലായിട്ടുള്ള ഒന്ന് വലുതും ഒന്ന് ചെറുതും, അപ്പോൾ ഇതിനെയും സാധിക്കില്ല. ഇവിടെയോ ഈക്വലായിട്ട് എഴുതാം അല്ലേ? ഇത് ഈക്വലായിട്ട് ഡിവൈഡ്. അപ്പോൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് 1 പാർട്ട് ഓഫ് ദ ഹോൾ ഫോർ ദ അതേഴ്സ്. ഒരു പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എഴുതാനാണ്. അപ്പോൾ എന്താണ്? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗം അല്ലേ? ഇവിടെയോ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗം നമുക്ക് എടുക്കാം, ഒരു ഭാഗം എടുക്കാം. അപ്പോൾ എത്ര വരും? 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 1 പാർട്ട്. ഇവിടെയോ ഇത് ഫ്രാക്ഷൻ അല്ലേ? അപ്പോൾ ഇതിന് 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 1 പാർട്ട്. ഇത് ഫ്രാക്ഷനാണോ? അല്ല, വലുതും ചെറുതുമായിട്ടാണ് അല്ലേ? അപ്പോൾ ഇതിനെ ഫ്രാക്ഷനായിട്ട് എഴുതാൻ സാധിക്കില്ല. ഇനി ഇവിടെ നോക്കി, ഒരു ആപ്പിൾ ഉണ്ടല്ലേ? ആപ്പിളിനെ നമ്മൾ 2 ആയിട്ട് മുറിച്ചു. അപ്പോൾ എന്താണ്? ഒരു ആപ്പിളിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് അതിലൊരു ഭാഗം, ഇത് മറ്റൊരു ഭാഗം. അപ്പോൾ നോക്കി, ഇവിടെ ഇങ്ങനെ എഴുതുമ്പം ഈ താഴെ എഴുതുന്നത് ഡിനോമിനേറ്റർ. എത്രയായിട്ടാണോ ഡിവൈഡ് ചെയ്തത് അതാണ് താഴെ, ഈ വരയ്ക്ക് താഴെയുള്ളത് ഡിനോമിനേറ്റർ, വരയ്ക്ക് മുകളിലുള്ളത് ന്യൂമറേറ്റർ.
എന്താണ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്സ് കൺസിഡേർഡ്, നമ്മൾ എത്ര ഭാഗമാണോ കണക്കാക്കുന്നത് അതാണ് ന്യൂമറേറ്റർ. ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ദാറ്റ് മേക്സ് ദ ഹോൾ, ഒരു മുഴുവനായിട്ടുള്ളതിന് എത്ര പാർട്സ് ആയിട്ടാണോ മുറിച്ചിരിക്കുന്നത് അതാണ് ഡിനോമിനേറ്റർ. ഇനി എക്സർസൈസ് 2A, റൈറ്റ് ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ഓഫ് ദ ഫോളോയിങ് 2/3. ഇപ്പോൾ മുകളിലുള്ളത് ന്യൂമറേറ്റർ, അപ്പോൾ ന്യൂമറേറ്റർ 2, ഡിനോമിനേറ്റർ 3. നെക്സ്റ്റ് 7/10, ന്യൂമറേറ്റർ 7, ഡിനോമിനേറ്റർ 10. 6/13, ന്യൂമറേറ്റർ 6, ഡിനോമിനേറ്റർ 13. നെക്സ്റ്റ് 9/16, ന്യൂമറേറ്റർ 9, ഡിനോമിനേറ്റർ 16. ഓക്കെ. ഇനി ഷെയ്ഡ് ദ ഫ്രാക്ഷൻ സ്പെസിഫൈഡ്. ഇവിടെ 3/4 എന്നുള്ള ഫ്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ എത്ര ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യണം? 1 2 3 4 4 പാർട്സ് ഉണ്ട്, അതിൽ 3 എണ്ണം ഷെയ്ഡ് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് 1 2 3 3 ഷെയ്ഡ് ചെയ്യുക. ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യണം, നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് ചെയ്യണം. ഇവിടെയോ 4/8, അതായത് 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ 4 എണ്ണം 1 2 3 4. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, പിന്നെ ഷെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കലാബോധമൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഷെയ്ഡ് ചെയ്തു, ഒരെണ്ണം ഷെയ്ഡ് ചെയ്യാതെ ഇട്ടു, അങ്ങനെ നല്ല ഫിഗറാണ്. നിങ്ങളുടെ ഉചിതം പോലെ ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഷെയ്ഡ് ചെയ്യാം, പക്ഷേ 4 എണ്ണമേ ഷെയ്ഡ് ചെയ്യാവുള്ളൂ. നെക്സ്റ്റ് 1 2 3 4 5 6 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം നമുക്ക് ഷെയ്ഡ് ചെയ്യണം. ഇവിടെ 1 2 3 എണ്ണം ഉണ്ട്, അതിൽ 1 പാർട്ട് ഷെയ്ഡ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല പെൻസിലൊക്കെ ഉപയോഗിച്ച് നീറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് റൈറ്റിംഗ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷനെ എഴുതുന്നത് എങ്ങനെ, ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കണം, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണം നന്നായിട്ട്. സ്റ്റഡി ദ ഫോളോയിങ് ഫിഗേഴ്സ്. ഇവിടെ നോക്കിക്കേ, ഫിഗർ എന്താണ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തേക്കുക. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഫ്രാക്ഷൻ ഇത് അങ്ങനെ എഴുതണ്ടേ, 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗം. അപ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗം 1/2. 1/2 നമ്മൾ പറയുന്ന പേര് ഹാഫ്. ഇതാണ് ഹാഫ്. ഹാഫിൻ്റെ സ്പെല്ലിങ് HALF, ഹാഫ്. അതിൽ ന്യൂമറേറ്റർ 1, ഡിനോമിനേറ്റർ 2. ഫ്രാക്ഷൻ റിമൈനിങ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്യാത്ത ബാലൻസ് കിടക്കുന്ന ഭാഗത്തിൻ്റെ ഫ്രാക്ഷൻ. അതും എന്താണ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 1 പാർട്ട് 1/2, ഹാഫ്. ഓക്കെ. നെക്സ്റ്റ് എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 1 2 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 2 ഭാഗം, അതാണ് 2/3. അതിന് എങ്ങനെയാണ് വായിക്കുന്നത്? 2/3 എന്ന് പറയണം കേട്ടോ. 2/3. അതിൽ ന്യൂമറേറ്റർ 2, ഡിനോമിനേറ്റർ 3. റിമൈനിങ് ഭാഗം ഏതാണ്? ഒരെണ്ണം കിടക്കുന്നത് അല്ലേ, എന്താണ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗം. അതിനെ എങ്ങനെയാണ് വായിക്കുന്നത്? 1/3. അപ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ന്യൂമറേറ്റർ 1 ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഈ ഡിനോമിനേറ്ററിൻ്റെ ആ വേർഡ് പറയുമ്പോൾ അതിൻ്റെ കൂടെ എസ് ചേർക്കാൻ പാടില്ല. ന്യൂമറേറ്റർ 1 ആണെങ്കിൽ ഇവിടെ എസ് ചേർക്കാൻ പാടില്ല. 2ഓ 3ഓ അങ്ങനെ വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ ഈ ഡിനോമിനേറ്ററിൻ്റെ നമ്മളിവിടെ വേർഡ്സിൽ എഴുതുമ്പോൾ ഇവിടെ എസ് ചേർക്കണം. ഓക്കെ. അപ്പോൾ 1/3. 1/3 പറയുന്നത് എങ്ങനെയാണ്? 1/3. നെക്സ്റ്റ് 1 2 3 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 3 പാർട്സ് 3/4. എങ്ങനെയാണ് വായിക്കുന്നത്? 3/4 ഉണ്ടോ? 4th എന്ന് എഴുതിയിട്ട് എസ് കൂടി ഇടുക, 4th. ന്യൂമറേറ്റർ 3, ഡിനോമിനേറ്റർ 4. ബാലൻസ് വരുന്ന ഭാഗം എന്താണ്? 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗം 1/4. എങ്ങനെ വായിക്കുന്നത്? 1/4. ഇവിടെ എസ് ഇല്ല കേട്ടോ, 1/4. നെക്സ്റ്റ് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 4 പാർട്സ് ഷെയ്ഡ് ചെയ്തിരിക്കുക, 4/5. 4/5. ന്യൂമറേറ്റർ 4, ഡിനോമിനേറ്റർ 5. ബാലൻസ് വന്നിരിക്കുന്നത് 1/5, 1/5. ഹിയർ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 5 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, 5/6, 5/6 കേട്ടോ. ന്യൂമറേറ്റർ 5, ഡിനോമിനേറ്റർ 6. റിമൈനിങ് പാർട്ട് 1/6, അതായത് 1/6.
ഹിയർ 7ൽ 6 പാർട്സും ഷെയ്ഡ് ചെയ്തിരിക്കുക. 6/7 6 sevens. ന്യൂമറേറ്റർ 6, ഡിനോമിനേറ്റർ 7. റിമൈനിങ് പാർട്ട് 1/7. ഹിയർ 8 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 7 പാർട്സ്. 7/8 7 eighths. 8 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 7 പാർട്സ്. ന്യൂമറേറ്റർ 7, ഡിനോമിനേറ്റർ 8. റിമൈനിങ് പാർട്ട് 1/8. അപ്പോൾ ഈ സ്പെല്ലിംഗ് സഹിതം ഈ കാര്യങ്ങൾ പഠിക്കുക. നെക്സ്റ്റ്